ബ്രേക്ക്ഫാസ്റ്റ് തന്നപ്പോൾ അവർ പറഞ്ഞു, അവർ മദർ പ്രത്യേകം ഇടപെട്ട് കാണുമെന്നല്ല ഇടപെട്ടു. എന്നിട്ട് മദർ അങ്ങനെ അവർ രാത്രി മുഴുവൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഈ മദറിനെ അടക്കുന്നത് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൽ 20,000 പേർക്ക് കയറാവുന്ന AC ചെയ്ത ക്രിക്കറ്റൊക്കെ നടത്തുന്ന. അപ്പോൾ അതിനകത്ത് 12,000 പേർക്ക് കയറത്തുള്ളൂ. അപ്പോൾ ആ കയറുന്ന ഓരോ സീറ്റിനും ഏത് സീറ്റിൻ്റെ പാസ്സാണോ കിട്ടുന്നത് ആ സീറ്റിൽ നമുക്ക് ഇരിക്കത്തുള്ളൂ. ലോക നേതാക്കളെല്ലാം വരുന്നല്ലോ, അതുപോലെ സെക്യൂരിറ്റി ആയതുകൊണ്ട്. അപ്പോൾ അവർ അന്വേഷിച്ചിട്ട് ഈ പാസ് സംഘടിപ്പിച്ചു. അതിനകത്ത് ഇപ്പം ഈ കയറാനുള്ള ഒരെണ്ണം കിട്ടി, ഒരെണ്ണമല്ല, 3-4 ഞങ്ങൾക്ക് കിട്ടി. അപ്പം അങ്ങനെ കിട്ടി. അത് പറഞ്ഞു അന്നേരത്തിനും നമുക്ക് ഇതായല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഷർട്ടിൻ്റെ കാര്യം അപ്പോഴും എന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. സ്മെല്ലിങ്ങും ഒക്കെ ആയതുകൊണ്ട് ഇവരോടൊക്കെ വണ്ടിയിൽ നിന്ന് പോകുന്നൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അന്നേരം ഈ ജോർജ് എന്ന് പറയുന്ന ആൾക്ക് എനിക്കൊരു ഷർട്ട് തരണമെന്നുണ്ട്. പക്ഷേ അച്ഛനൊരു മടി ചിലർക്കുണ്ടല്ലോ ഇങ്ങനെ നമുക്കൊന്ന് തരാനൊരു മടി. അത് കാരണം മാത്യുച്ചിൻ്റെ കൊടുത്ത് ജോർജനൊരു ഷർട്ട് തന്നു. അപ്പോൾ ആര് തന്നാലും ഇടാന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഏതൊക്കെയാലും മേടിച്ചിട്ട് അന്നേരം അത്രയും ആശ്വാസമായി. അതുമായിട്ടാണ് പിന്നെ അവരുടെ വണ്ടിയെ തന്നെ പോകാവുന്നിടത്തോളം പോയി. പിന്നെ മൊത്തം അങ്ങ് വണ്ടിയെ പോകത്തില്ല, നടക്കണമായിരുന്നു. അപ്പോൾ അത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ പട്ടാളവും പോലീസുമായിട്ട് ഇങ്ങനെ അവിടെ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. അപ്പം അതിനകത്ത് നടന്ന് അങ്ങനെ ചെന്ന് 8:30 കയറണം, 9-നായിരുന്നു അടക്കിൻ്റെ ശുശ്രൂഷകൾ. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഈ പാസ് കിട്ടിയ അതല്ലേ ഇരിക്കട്ടുള്ളൂ സീറ്റേൽ. അപ്പോൾ ഇങ്ങനെ അകലം വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്നേരം ഇങ്ങനെ ഈ നടുക്ക് ഈ മദർ തെരേസയുടെ ബോഡി വെച്ച് ഇങ്ങനെ ശുശ്രൂഷ നടക്കുന്ന ഇവിടെ ഇങ്ങനെ ഇച്ചിരി കൂടെ അകലമുണ്ട്. അവിടെയാണെങ്കിൽ അതിന് അപ്പുറത്ത് നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും സോണിയാഗാന്ധി അങ്ങനെ അവർ ലോകത്തിൽ നിന്ന് വന്ന ഒത്തിരി പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും രാജാക്കന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം അവിടെ ഇരിക്കുന്നു, നേരെ ഓപ്പോസിറ്റ് സീറ്റ്. നേരത്തിനും ഇങ്ങനെ ഈ പാസേ VVIPമാർ വന്നാൽ കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നായിരുന്നു. ഞാൻ അടക്കം കഴിഞ്ഞിട്ട് വെച്ച് കാര്യമില്ലല്ലോ. അന്നേരം ഇവർ ഇങ്ങനെ ചെയ്തപ്പോൾ മദർ ബോക്സുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഇവർക്ക് കിട്ടിയതാണ്. അങ്ങനെ കിട്ടി. അവരുടെ മധ്യത്തെ സിറ്റുവേഷൻ പോലും അങ്ങ് അകലെയാണ് കിട്ടിയത്. അവർക്ക് മറ്റവർക്ക് ഒക്കെ ഒത്തിരി അകലെയാണ് കിട്ടിയത്. പക്ഷേ ഇങ്ങനെ നേരെ കിട്ടി. അപ്പം ഞാൻ ആ സമയം എല്ലാവരും ഇങ്ങനെ കരയുമായിരുന്നേ. അന്നേരം ഈ സങ്കീർത്തനം വിഷയം ഇങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ ആ വീടിൻ്റെ അന്ന് പൊടിയായിട്ടാണ് കിടക്കുന്നത്. ശരിക്കും ഒരു സങ്കീർത്തനം അന്നേരം ഓർപ്പിച്ച്, ദരിദ്രരെ പൊടിയിൽ നിന്നും ചാരക്കൂനയിൽ നിന്നും ഉയർത്തി രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും കൂടി ഇരുത്തുന്നേ. ശരിക്കും അന്ന് പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും അല്ലാതെ ചില രാജ്യങ്ങളുടെ രാജാക്കന്മാരുണ്ടല്ലോ, അവരും ഉണ്ടായിരുന്നു ശരിക്കും. അങ്ങനെ അന്നേരം ഞാൻ മുഴുവൻ 3 മണിക്കൂറാണ് ശുശ്രൂഷയെ. 5 കർദിനാളന്മാർ കൂടുന്നു. അപ്പം അത് ലോകത്തിലെ 12,000 പേർക്ക് ഇതിനകത്ത് എങ്ങനെയാണെങ്കിലും കയറത്തുള്ളായിരുന്നു. അങ്ങനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കൂടി അത് കഴിഞ്ഞ് പിന്നെ എന്നാലും നമ്മൾ വേറൊരു അന്തരീക്ഷത്തിലാകും കേട്ടോ. നമുക്ക് പറഞ്ഞു ഇരിക്കാൻ പറ്റാത്ത ലോകത്തിലിപ്പോൾ അൽഫൻസാമയുടെ അടക്ക് കൂടിയെന്ന് പറയുന്നത് നമുക്കൊരു അതിശയമാണല്ലോ. ഇത് മദർ തെരേസ എന്ന് പറഞ്ഞാൽ പോപ്പുലർ സെയിൻസ് ഏതാനും പേരേ ഉള്ളൂ. ഇപ്പം നമുക്കൊക്കെ